ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ വീഡിയോ ആയിട്ടാണ്. നമ്മളൊരു പുതിയ ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അഡ്വഞ്ചർ ഡിയർ എന്ന ഗെയിമുമായിട്ടാണ്. സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മറ്റേ തേനീച്ച വന്നിട്ട് എല്ലാ കരടീനും പിടിച്ചോണ്ട് പോയി. അതിലൊരു കരടി ഉറങ്ങുകയായിരുന്നു. പക്ഷേ ഈ കരടീനെ മാത്രം പിടിച്ചിട്ടില്ല. അതാണ് നമ്മൾ ഗൈസ്. അതാണ് നമ്മളെല്ലാവരും ഇനി രക്ഷിക്കാൻ പോകുന്നതാണ് ഗൈസ്. ഈ ഗെയിം കൺട്രോളറിൽ കളിക്കാം കേട്ടോ. അതാണ് ഇങ്ങനത്തെ സെറ്റിങ്സ്. മൊബൈലും കൺട്രോളറും കളിക്കുന്ന ഗെയിമാണിത്. കൺട്രോളറിലുള്ളവർ കൺട്രോളറിൽ കളിക്കുക. പിന്നെ നമുക്ക് ട്യൂട്ടോറിയലാണ് ഇതങ്ങനെയാണ് ചെയ്യേണ്ടത്. ബി ഒക്കെ നമുക്ക് കുഞ്ഞു പോകാം. എ ഒക്കെ തുള്ള അങ്ങനെ എന്തെല്ലാം ആണ്. ബി നോക്കി പിടിച്ചാലെങ്കിൽ നമുക്ക് സാധനങ്ങൾ എടുക്കാം. ഇവിടെ നമുക്കൊരു സംസാരിക്കാൻ ആളുണ്ട്. എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ സ്കിപ്പ് അടിച്ച് ഗൈസ്. ഗെയിമിൻ്റെ ഹെഡിങ് വന്ന് സൂപ്പർ ബിയർ അഡ്വഞ്ചറാണ് ഈ ഗെയിമിൻ്റെ പേര്. ഹെഡിങ് കണ്ടില്ലേ? നമുക്ക് നേരെ നമുക്കൊരു ടേർട്ടിൽ വേൾഡിൽ പോകുന്ന അതിൽ കാണിച്ചിന്. അപ്പോൾ നമുക്ക് നേരെ അടുത്തേക്ക് പോകാം. എന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്തുള്ള കരടികളെല്ലാം രക്ഷിക്കാം. പിന്നെ നമുക്ക് വേറെ മാപ്പിലെല്ലാം പോകാം. ടേർട്ടിൽ ടൗൺ വന്നു ഗൈസ്, വേൾഡില്ല. സോറി, ഗെയിം ലോഡിങ് ആവുന്നുണ്ട് ഗൈസ്. വേടിക്കുക ഗൈസ്. ആമക്കുട്ടന്മാരെ ആമകളെ ദേഷ്യം പിടിപ്പിക്കാൻ നമ്മൾ കരടികൾ എത്തിയിരിക്കുന്നു. വീഡിയോ ഗൈസ് നമ്മളെ കരടികളെല്ലാം പൂട്ടിയിട്ട് കേടെയെന്നുള്ള തപ്പിക്കണ്ടിരിക്കട്ടെ. ഈ വീടിനോടാ ഈ വീട്ടിലൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടുന്നൊരു കോയിൻ കിട്ടി. കോയിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടത് അറിയില്ല ഗൈസ്. നമുക്ക് കോയിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടത് ഗൈസ്? കോയിൻ കുറേ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് 8 കോയിൻ കിട്ടീന് ഗൈസ്. പിന്നെ ഒരു എന്തോ ലവ് പോലത്തെ ലവ് തന്നെയാണ്. അവ എന്തിനാന്ന് അറിയില്ല. എന്തായാലും കാണുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ രാമക്കുട്ടനുണ്ട്. പോകുന്നില്ല. ചിലപ്പോൾ നമ്മളെടുത്ത് അടിച്ചാലും ഇതെന്തിനാണ് ഗൈസ്? അത് എടുക്കാണെന്നില്ല ഗൈസ്. എല്ലാവരും നോക്കി ആ മരത്തിന് ഒരു കോയിനുണ്ട്. കോയിന് അത്യാവശ്യമുള്ള സാധനമാണെങ്കിലും നമുക്ക് എടുത്ത് വെക്കാം. എന്തെങ്കിലും മേടിക്കാൻ കോയിനൊക്കെ വേണമെങ്കിൽ കഴിയില്ല ഗൈസ്. ആ കോയിൻ കിട്ടിയിട്ടില്ല ഗൈസ്. ആ കിട്ടി. കാലത്തൊക്കെ തുള്ളിപ്പോകാൻ കഴിയും. പക്ഷേ ജസ്റ്റ് മിസ് പോയി. ഒന്നുകൂടി നോക്കാം ഗൈസ്. ആ ഗൈസ് കിട്ടി 2 കോയിൻ. അമ്മ അങ്ങനെ പിന്തിരിഞ്ഞ് പോകില്ല ഗൈസ്. അമ്മ അങ്ങനെ അടുത്ത വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ ഉള്ളിലും 2 കോയിൻ. ഈ വീട്ടിലുള്ള റിച്ചാന്ന് തോന്നുന്നു ഗൈസ്. റിച്ചാണ് ഈ ഇതെന്താണ്? ഇത് പണ്ടത്തെ ഈ കാളയിലോ എണ്ണ കിട്ടുന്നില്ലേ? ആ സാധനം തോന്നുന്നു കാളൻ്റെ ആയിട്ട്. പക്ഷെ ഒരു കാളയില്ലല്ലോ ഗൈസ്. എനിമി ചില ആമകളെ എനിമി ആട്ടോ ഗൈസ് ഗെയിമിൽ. ശരി, നിങ്ങൾക്കൊരു ട്രിക്ക് കാണിച്ചു തരാം. അതിലോട്ട് ട്രിക്ക് കാണിച്ചു തരാൻ നോക്കുമ്പോൾ ഊണ്ടിത്തരാവുമല്ലോ. അവിടെ ഈ മരത്തിന് മേലെ കയറാം. ഞാൻ മഞ്ഞ ബ്ലോക്കിൻ്റെ കയറാൻ കഴിയാൻ നോക്കിയെന്ന് ഗൈസ്. നമ്മളെ തലയടിച്ചാണ് തല കറക്കാൻ പോയി. ഒന്നും കൂടി നോക്കി. ഇത് ലാസ്റ്റാണ്. പ്രോ പ്ലെയർ മൂഡ് ഓണാക്കി ഗൈസ്. അങ്ങോട്ടത്തെ നമുക്ക് ചാവി കിട്ടി. അതുകൊണ്ട് നമുക്ക് നേരെ നമ്മളെ കരടി മാമനെ രക്ഷിക്കാൻ പോകും ഗൈസ്. ആളെന്തൊല്ല നേരെ എടുത്തോട്ടാണ്. പിന്നെ രക്ഷിക്കണമെങ്കിൽ ബി ബട്ടൺ നിൽക്കണം. എന്നാലേ ഈ കേക്ക് ഈ ബി ആക്കിയാലേ കൂട് വെക്കും. ചാവി ഇട്ടിട്ട് കാര്യമില്ല. അങ്ങനെയും ചെയ്യണം. എന്നാലേ തുറക്കാൻ കഴിയും. ആദ്യം നമുക്ക് ഈ തുറക്കാൻ കഴിയും. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിനി. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് അറിയില്ല അങ്ങനെ കൊണ്ടുവരണ്ടേ. അവിടെ എഡിറ്റ് കാണിച്ചു. പക്ഷെ ഞാൻ അതുകൊണ്ടൊക്കെ ആ റെക്കോർഡിൽ ഡിലീറ്റ് ആക്കി 2ാമത് റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ കൂട് തുറക്കണ്ടേന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിലും പോയി നോക്കിയത് അങ്ങനെ കൂട് തുറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടു. അതുകൊണ്ട് എൻ്റെ മണ്ടത്തരം കൂടാർക്കും പറ്റാതിരിക്കാനാണ് പറയുന്നത്. പക്ഷേ ഈ കോയിൻ കിട്ടാൻ അത്ര കഷ്ടപ്പെടുന്നത്. കോയിൻ കിട്ടുന്നില്ല. ഇപ്പം താഴെ വേണ്ടേ? താഴെ ഒരു കോയിനുണ്ട്. അത് എടുത്തു. നേരത്തെ ഗൈസ് കുറേ നേരത്തെ കഷ്ടപ്പാട് കിട്ടും.
ഇനി എവിടെയോ പോകണ്ടേ, നമുക്ക് മേലെ വീണ്ടും പോകും. അവിടെ എന്തെങ്കിലും കണ്ടി ഗൈസ്. ഇവിടെ ഒറ്റയ്ക്ക് അവിടെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. തേനീച്ച അവിടെ ചങ്ങായിമാരെ പിടിച്ചോണ്ട് പോയി. തേനീച്ച താടൻ ചങ്ങായിമാരെ താട വണ്ടി വേവാ ഓട്ടം. നീ ഇങ്ങനെ പേടിച്ച് പറന്നിടത്തിന് ഇങ്ങോട്ട് താഴ്ത്തിങ്ങനെ അടിയിട്ടിപ്പിക്ക് മതിയാ ഗൈസ്. ഇതെന്താണ് പസിൽ ഗെയിമാണ് ഗൈസ്. നമുക്ക് പസിൽ തീരുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം വിളിക്കണം. അങ്ങനെ പസിൽ കംപ്ലീറ്റ് ആക്കാനായെന്ന് വെച്ചാൽ ആയിട്ടില്ല. ഗൈസ് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് കിട്ടി ഗൈസ്. കംപ്ലീറ്റ് ആക്കിയ പസിൽ ഞാൻ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി, ആവും ഞാൻ ചെയ്ത പോലെ ഗൈസ്. ആ കോയൻ മരത്തിൻ്റെ മേലോട്ടെടുക്കാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് പോയത്. അപ്പോൾ മരത്തിൽ നിന്ന് കുറച്ച് തെങ്ങിപ്പോയി ഗൈസ്. 2 കോയിൻ ഇപ്പുറത്തുണ്ട്. അത് കൊടുത്ത് അമ്മ റിച്ച് ആവും ഗൈസ്. അമ്മ അംബാനിൻ്റെ കാര്യം റിച്ച് ആവും. അത്ര ഗോൾഡ് കോയിനാണ് കിട്ടുന്നത്. അംബാനിക്കൊന്നും ഇത്ര ഉണ്ടാവില്ല. അംബാനിക്ക് പറയണം, പൈസ കൂടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. കുറേ ഗോൾഡ് കോയിനുണ്ട്. എത്ര ഗോൾഡ് കോയിൻ ഗൈസ്. ഇതൊരു ട്രിക്കാണ്. ഇതിനെ വരെ നമുക്ക് കഷ്ടപ്പെട്ട് കയറേണ്ട ഗൈസ്. ഇതൊരു ട്രിക്കാണ്. ആള് നേരത്തുള്ള ഇടത്തു. ഇതൊരു ട്രിക്കാണ്. ഞാൻ അറിയാണ്ടെല്ലാം വീഴുന്നു ഗൈസ്. ശരിക്കും ട്രിക്കുന്നല്ലേ, അറിയാണ്ട് ഇങ്ങനെ വീഴുമ്പോൾ ട്രിക്ക് എന്ന് പറയുന്നതായിരുന്നു ഗൈസ്. വീടിയും കോയിനുണ്ട് എല്ലായിടത്തും. നോക്കി കോയിൻ നമ്മൾ റിച്ച്. ഈ വീട്ടിനുള്ളിൽ കയറണം ഗൈസ്. പുറത്ത് ഫുള്ള് അതിന് നമുക്ക് അടിച്ചിടാം. ഈ വീട്ടിനുള്ളിൽ കയറ്റി എന്താ ഉള്ളത് നോക്കട്ടെ, എന്ത് തേങ്ങയുള്ള ഗൈസ്. ഇതിനുള്ളിൽ ഒരു കോയിനുണ്ട്. കാണുന്നതുകൊണ്ട് രക്ഷപ്പെട്ട്. ഈ ചെയ്താമാർ പിടിച്ചോണ്ട് പോകും. നമ്മളെ കോയിനില്ലെന്ന് നിർത്തി നമ്മളടിച്ച് ഷേപ്പാക്കും. ഇതിനുള്ളിൽ കോയിനുണ്ടാ ഗൈസ്. ഇതിനുള്ളിൽ എങ്ങനെയുണ്ട് കാണുന്നതോടെ നമ്മൾ അടിച്ചിട്ട്. എൻ്റെ ലൈഫ് ഇപ്പോൾ കുറഞ്ഞത് ഇപ്പൊക്കെ തീർന്നി. ആ ലവ് എന്താ സാധനം ലൈഫ് മേലെ കണ്ട ചോന്ന് 3 നേരിയ അതാണ്. ഈ ലിവർ കണ്ടിട്ട് വെറുതെ ബി മാറ്റി ലിവറിൻ്റെ മേലെ കണ്ട് പിടിച്ച് വലിച്ചിട്ടൊക്കെ വന്നു ഗൈസ്. കോയിൻ നമുക്ക് കുറേ കിട്ടുന്നുണ്ട്. 66 കോയിനായിട്ടുണ്ട്. ഇവിടെയും കോയിനുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. വെള്ളത്തിൽ നമുക്ക് നീന്താൻ കഴിയും ഗൈസ്. ഗൈസ് വെള്ളത്തിൻ്റെ ഇടയിൽ ആരുടെ കോയിൻ കൊണ്ടിട്ട് വെള്ളത്തിലാരെങ്കിലും സ്വർണം വിടുന്നതെന്ന് കണ്ടുപിടിക്കണം. സ്വർണ്ണമല്ല, സോറി, ഗോൾഡ് കോയിൻ, സ്വർണത്തിൻ്റെ കോയിൻ. ഇതെല്ലാം എത്ര വിലയുള്ള പോയി എടുക്കിട്ട് ശ്വാസം മുട്ടുന്നു ഗൈസ്. കോയിൻ എടുക്കുമ്പോൾ അങ്ങനെയുള്ള ശ്വാസം മുട്ടുന്നു പറയാ. അപ്പോൾ ഇല്ലാത്ത കണ്ടുപിടുത്തമില്ല. നമുക്ക് അണ്ടർ വട്ടത്തില്ല കോയിൻ എടുത്ത് മെല്ലനെ പോകാം. 81 കോയിനാ ഗൈസ്. ഇതിൻ്റെ ഉള്ളിലും കോയിനായി. ഗുഹ ഉണ്ട് ഗൈസ്. സീക്രറ്റ് പാത്താണ് ഈ ഇവിടുത്തെ വള്ളത്തിനടിയിലൊരു ഗുഹ ഗൈസ്. ഇവിടെ കോയിനുണ്ട്, ഒരു ചാവിയുണ്ട്. എങ്ങനെയെങ്കിലും എടുക്കണം ഗൈസ്. ഇതാ കോയിന് കിട്ടിയിരിക്കുന്നു ഗൈസ്. നമുക്ക് ഇതും കിട്ടി, ചാവി വേണമെങ്കിൽ വരും ഗൈസ്. നമ്മൾ അങ്ങനെ അടുത്തൊരു ഫ്രണ്ടിനും കൂടി നമ്മൾ ശങ്കറിനെ നമ്മൾ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഷുക്കൂറുണ്ട്, അബ്ദുക്കുട്ടിയുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നമുക്ക് അവരെ രക്ഷിക്കാൻ കൊണ്ടുവരും. നെക്സ്റ്റ് യെസ്, നിങ്ങൾക്ക് അവിടെ വെള്ളത്തിനടിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ ഒരു ഗുഹ പോലെ കണ്ടിട്ട് അവിടെ പോയിരിക്കുന്നത് നോക്കാൻ പാടുണ്ടോ? നെയ്സാൻ തോന്നുന്നു. ഇങ്ങനെ കറങ്ങി. ഇത് പുതിയ ട്രിക്കാണ് ഗൈസ്. കണ്ട ഇങ്ങനെ കറങ്ങി ഗൈസ്. അങ്ങനെ കയറുമ്പോൾ ശ്രദ്ധിക്കണം, നേരെ മുള്ളു കൊളുത്തുന്ന സാധനമുണ്ട്, അതിൻ്റെ മേലെ തട്ടാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങനെ തുള്ളിയിട്ട് കയറാനില്ല. ഇവിടുന്ന് അത് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ തുള്ളണം. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയും. പിന്നെ മുള്ളു പോലത്തെ സാധനം കോയിനെ ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ ആ സാധനം പോയിക്കൊണ്ട് ഒട്ടയാണ്. അപ്പോൾ അത് അങ്ങ് ഉള്ളോട്ട് പോയി ഗൈസ്.
പുതിയ ട്രിക്കാണ്, നോക്കിയതാണ്, പാളിപ്പോയി. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കുറേ ട്രിക്ക് കാണിച്ചതാണ് നോക്കുന്നത്. പക്ഷേ കരടിക്കുട്ട ശരിയില്ല, മടിയനാന്ന് തോന്നുന്നു. ശരിയില്ല. കരടിക്കുട്ടനൊക്കെ നേരായി വൈകി തന്നെ കൊണ്ടുപോകും. ട്രിക്ക് ഉപയോഗിക്കാനൊന്നും ചെയ്തില്ല. അങ്ങനെ അടുത്തൊരു ഇതവിടെ ശുക്കൂറാണ്. ശുക്കൂറിൽ അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്. ഇതിനടുത്ത് അപ്പുക്കുട്ടിയുടെ കഴിയുന്നുണ്ടോ പേപ്പോട്ട്. നമ്മൾ വള്ളത്തിൻ്റെ അതിലോട്ട് പോയാലും അതിൻ്റെ ഒരു പച്ചപ്പുള്ളുണ്ട്. അതിൻ്റെ മേലോട്ട് കയറിയിട്ട് പുല്ലിൻ്റെ മേലോട്ടൊക്കെ കയറി വലിഞ്ഞ് കയറി പോകുന്നത്. ഇത് കുറേ കോയിനുണ്ട് ഗൈസ്. എല്ലാം ചടവെടുക്കും. കുറേ നീനുണ്ട്. പൊട്ടി വെള്ളച്ചാട്ടം തെറ്റിപ്പോയി. എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. രക്ഷപ്പെട്ടു ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഗൈസ്. ഞാൻ അടിച്ചൊരു ആമൻ വില്ലിനില്ലേ, ആമവില്ല്, അതാണ് ഉള്ളിൽ കൂടിയിട്ട് ആൾക്ക് കറങ്ങി കളിക്കുന്ന കണ്ടിട്ടുണ്ട്. കറങ്ങി കളിക്കുന്നവർ അങ്ങനത്തെ കറങ്ങട്ടെ. എൻ്റെ വണ്ടി ചൊറയാൻ വേണ്ടിയിട്ടില്ലേ, ചൊറണ ഇങ്ങനെ ഗൈസ്. നമുക്ക് 100 കോയിൻ ഗൈസ്. ആ കോയിൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ആ കാണുന്ന കോയിൻ ഫുള്ള് ഇങ്ങനെ എടുക്കിയിട്ടുണ്ട്. നമുക്ക് 100 കോയിനുണ്ട്. ആളൊരു എങ്ങനെയുണ്ടായി നമുക്ക് ആട് തീർത്ത്. ഇതൊരു പുതിയ ട്രിക്കാണ് ഗൈസ്. ഇപ്പോഴത്തേക്ക് തുള്ളുന്ന ട്രിക്ക് കണ്ട. ഇവിടെ ഒരു വീടുണ്ട്. വീടിൻ്റെ കയറി ഗൈസ്. വീട്ടിനുള്ളിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകാൻ തിരിച്ചങ്ങനെ തുള്ളാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെത്തും. അതുകൊണ്ട് നിങ്ങൾ തുള്ളുമ്പോൾ ശ്രദ്ധിക്കണം ഗൈസ്. നമ്മൾ ഇതുവരെ ലൈഫ് പോയിട്ടില്ല. പ്ലെയറും എന്തെങ്കിലും ഇരുന്നാക്കാൻ കഴിയോ പറഞ്ഞ് തീർച്ചില്ല. അതൊക്കെ ലൈഫ് പോയി. ഇന്നിട്ട് പോയി ഗൈസ്. ഇപ്പോൾ ലൈഫ് പോയ പാടൊക്കെ ഒരു ലൈഫ് കിട്ടിയത്. ഒന്ന് വീണ്ടും ലൈഫ് പോയി ഗൈസ്. അപ്പോൾ 114 കോയിനുമായി ജിബ്രൂട്ടൻ പോകുന്നു. ജിബ്രൂട്ടനിൽ എവിടെയും കേട്ട പേരാണ് ഗൈസ്. നമുക്ക് അറിയില്ല. അതിലേക്ക് കേട്ട പേരെല്ലാം എടുത്ത് പറയുന്നു ഗൈസ്. 120 ഗൈസ്. ഇവിടെ ഒരു മുയല, തുള്ളി വരുന്ന മുയൽ, തല മാത്രമേ ഉള്ളൂ മുയൽ. ആ മുയൽ നമ്മൾ ചെറുപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ മേലെ കോയിനുണ്ട്, എനിക്കറിയാം. ഞാൻ താഴെ കണ്ടില്ല. നമ്മുടെ തിരിച്ച് പോകുമ്പോൾ താഴെ പോയി വീണ്ടും പുള്ളിൻ്റെ അവിടെ പോകണം ഗൈസ്. ഇതെന്തോ ഒരു പൂക്കൾ എവിടുന്ന പൂവണേ, പൂവ് എവിടുന്ന വീണേ. ഇവിടെ ഒരു കോയിൻ കണ്ട പോലെ തോന്നി. ഇപ്പം ലൈഫിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. തേനീച്ച എൻ്റെ ചങ്ങായിമാരുടെ കുറിച്ച് കറുത്ത തേനീച്ച. വാട നീയോടെ പേടിച്ചിട്ട് ഗൈസ്. ഞാൻ തുള്ളിയിട്ട് കാലിനെ കൊണ്ട് ചവിട്ടിയെന്ന് തീർപ്പിച്ചു ഗൈസ് തേനീച്ച. എന്നൊരു മുയലുണ്ട്, മുയലിനും അങ്ങനെ തീർപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വീട് മറ്റേ ട്യൂട്ടോറിയൽ കണ്ട പോലെ ഒരു കല്ല് എടുക്കുക. എന്നിട്ട് ട്യൂട്ടോറിയൽ കണ്ട പോലെ കല്ലെടുക്കണം. പക്ഷെ കല്ല് കയ്യിൽ നിന്ന് ഇളകിപ്പോയി. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാനൊക്കെ കല്ലെടുക്കും. കല്ല് വീണ്ടും ഇങ്ങനെ എടുത്തിട്ട് ബി നക്കി പിടിക്കുക. കല്ല് വന്നിട്ടുണ്ട്. എൻ്റെ ഇവിടെ കല്ല് സീസുമാണ് ഗൈസ്. സീസു വലിയ ഇത്ര വലിയ സീസും ഇല്ലാക്കിയിട്ട് അതുകൊണ്ട് നമുക്ക് ഇത്ര കഷ്ടപ്പാട്. നമ്മൾ നേരെ കോയിൻ എടുക്കാൻ പോകുന്നു, ചാവി എടുക്കുന്നു. നമ്മളെ അബ്ദു കിട്ടീനെ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. 145 കോയിന് ഗൈസ്. 150 കോയിനാണ് എടുക്കേണ്ടത് ഗൈസ്. അതിനകത്ത് സെറ്റിങ്സ് പോയി നോക്കുന്നത് ഗൈസ്. അടുത്ത ചങ്ങായിനെ രക്ഷിച്ചിട്ടുണ്ട്. ചങ്ങായിൻ്റെ പേരെല്ലാം പറഞ്ഞു ഗൈസ്. ഇവിടെ ഒരു 3 കോയിനുണ്ട്. ഇവിടെ 2 കോയിനുള്ളൂ. 3 ഉണ്ടായിരുന്നു, 1 അടുത്താണ്. 147 ആടൊരു കോയിൻ ഉണ്ടാവും കണ്ട പോലെ. 149 ഗൈസ്.
59. ഗൈസ് ഫൈനൽ ബോസ് ഗൈസ്, ഫൈനൽ ബോസ്. വാടാ അവൻ്റെ തലവനാണ് ഗൈസ്, ആ തലവൻ ഒരൊറ്റ ചിക്കനടിക്കണം. എന്താണ് നല്ല ഫൈറ്റ്, ഇങ്ങനത്തെ ഫൈറ്റ് ഇതൊക്കെ തുള്ളിയിട്ടൊന്നും എങ്ങനെയാണ് ഗൈസ് ഇവിടെ പ്രവേശിക്കുന്നില്ല. അത് ഓനത് അടുത്തിട്ട് അങ്ങനെ നടത്തി എന്നാലും കുഴപ്പമില്ല, നമുക്ക് എളുപ്പമില്ലേ. അങ്ങനെ ഫെരി എന്നിട്ടുള്ളൊരു ചങ്ങാതിനും കൂടി അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പുറത്ത് ചെയ്യാം. എക്സിറ്റ്. ഇവിടെ എന്തോ ഒരു പെട്ടി നമുക്ക് നോക്കാം. ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു പെട്ടി നമ്മൾ നടത്തിയില്ല, അതുകൊണ്ട് ഇവിടുത്തെ പെട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു കോയിന് അറിയില്ലേ, കണ്ടുപോലുണ്ട് കോയിൻ. പിന്നൊരു ബിയറിന് രക്ഷിക്കണം, അത് ഇടുന്നാൻ നോക്കും. ഈ സാധനം നല്ല കിട്ടില്ലെന്നില്ല ഗൈസ്. ശരിക്കും ആ സാധനത്തെ മേലോട്ട് തുള്ളിയിട്ട് ഇപ്പത്തെ തന്നെ നമ്മളത്തെ ആ സാധനത്തിന് തുള്ളാണ്ട വന്ന് ഗൈസ്. ഒരു കരണ്ടി ഉണ്ടായിനി, ആ കരണ്ടി നമുക്ക് 125 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അങ്ങനെ അവൻ രക്ഷിക്കുന്നുണ്ട് ഗൈസ്. ഒരു കോയിൻ എന്നാലും എവിടെ പോയി, അതന്നെ ഒരു കോയിനില്ല. ഇവിടെ പോയി ഒരു കോയിൻ പാടും ഇതിൻ്റെ മേല ഫുള്ള് ഇവറിനാണ് കൊടുത്തത്. കോയിൻ ചോറിൻ്റെ കോയിനുണ്ടായില്ല. ആ കോയിനിട്ട് കിട്ടിയത് വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാം. ഗൈസ് എല്ലാം കംപ്ലീറ്റ് ആയി. അങ്ങനെ തിരിച്ച് നമ്മുടെ ബിയർ വില്ലേജിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എന്തായാലും അൺലോക്ക് ആക്കിയിട്ടുണ്ട്, എന്തായാലും സ്ഥലമെല്ലാം അൺലോക്ക് ആക്കി. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സൈനിങ് ഔട്ട് ഗൈസ്. എന്തായാലും നമുക്ക് അൺലോക്ക് ആയിനി. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ബൈ.